കത്തിണ്ട്, അവൾ ഉറങ്ങണ്ടേ? ഓ, അവള് വന്നിട്ടുണ്ടോ? അവള് ക്രിസ്മസ് കഴിഞ്ഞാ പോവും. ആ ശരി ശരി. എടാ കാശ് നീ എവിടെ ഒപ്പിച്ച്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ ഒരു ഫെഗോണിനെ പറ്റി. ആ ഏത് അശ്വതി വെച്ചോ? ഇത് ദീപ്തി. ആ ദീപ്തി. എന്നിട്ട് എന്തായി? ഇന്നാളൊരമ്മ വീണ്. പുള്ളി പക്ക കാമനാ. ഞാൻ കുറച്ച് മൂടാക്കി. പിന്നെ അത്യാവശ്യം പ്രാരാബ്ദങ്ങളൊക്കെ എടുത്തിട്ട് ഹോസ്റ്റലിലാണ് ഫീസ് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ക്യാഷ് അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. അത് കലക്കി. ഇപ്പൊ നിനക്ക് ക്യാഷ് അടക്കാൻ ആളായില്ലേ? അതല്ലടാ, പുള്ളിക്ക് ഫോട്ടോ വേണമെന്നാ പറയുന്നത്. ഞാന് കുറച്ച് വലിപ്പിച്ചു, പേടിയാണെന്നൊക്കെ പറഞ്ഞേ. പക്ഷെ പുള്ളിക്ക് ഫേസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കയ്യും കാലൊക്കെ മതി. പൈസ ഇപ്പൊ തന്നെ അയച്ചാലും അക്കൗണ്ടിലേക്ക് എന്നാ പറയുന്നത്. അടിപൊളി. എടാ എന്നാ പിന്നെ നീ വേഗം അയാളുടെ അടുത്ത് അയക്കി. അയാളുടെ മൂഡ് മാറാൻ വേണ്ടി നോക്ക്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ആ ശരിടാ. എടാ ഞാനേ കല്യാണ വീട്ടിലാന്ന് മൈലഞ്ച് ഇട്ടോണ്ടിരിക്ക. നീ പെട്ടെന്ന് പറ. എനിക്ക് നിന്നെ കാണുന്നത്. ഇവനെക്കൊണ്ട്. ശരി പെട്ടെന്ന് വീട് കൊള്ളുവാ. ഇവിടെ കറണ്ടില്ല. വെസ്റ്റ്. എന്നിട്ടാണോ കാണുന്നു പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്? എനിക്ക് നിന്നെ കാണണം. നിന്റെ ഫോട്ടോ നയിക്കോ? എടാ പൊട്ട, ഇവിടെ നിറച്ച ആൾക്കാരാന്ന്. പിന്നെ പോരാത്തെ ഞാനാന്ന് മൈലഞ്ച് ഇട്ടോണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാന്ന് എടുക്കാൻ പറ്റാ? പ്ലീസ് നിന്റെ കൈന്റെയും കാലിന്റെയും ഫോട്ടോ എങ്കിലും നോക്കി. എന്ത് കൈന്റെയും കാലിലോ? നീ എന്തൊക്കെയാ നീ പറയുന്നത്? നീ കയ്യില് മൈലാഞ്ചി ഇട്ടുണ്ടാവില്ലേ, അതിന്റെ ഫോട്ടോ നോക്കി. നീ ഒന്ന് വെച്ചിട്ട് പോയേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇയാൾക്ക് ഇപ്പൊ ഫോട്ടോ ഞാൻ ഇവിടെ നയിച്ചു കൊടുക്കാം. അകത്ത് പോയിരുന്ന് കഴിക്കണം. മോനെ തൊമ്മ, അവളെ പൊന്നു പോലെ നോക്കിക്കോണേ. അമ്മ, ഏട്ടൻ
ഉം.